ലീഗിനെ പറ്റിയുള്ള ആ അഭിപ്രായം പറഞ്ഞപ്പോൾ മുസ്ലിം സമുദായത്തോടുള്ള വിദ്വേഷമായി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ആ പ്രചരണത്തിന് ഞങ്ങൾക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. മാത്രമല്ല, ഒരിക്കലും മുസ്ലിം സമുദായങ്ങളെ ആക്ഷേപിക്കുന്നത് ഞങ്ങളുടെ ശൈലിയല്ല. എല്ലാ സമുദായത്തോടും സമന്വയത്തോടും സൗഹാർദ്ദത്തോടും കൂടി പോകണമെന്ന് ചിന്തിക്കുകയും അങ്ങനെ പോകുന്ന ആളുകളാണ്. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവ്വരും സോദരത്തേന, അതാണ് ഞങ്ങളുടെ ചിന്ത. അങ്ങനെ പോകുന്ന ഞങ്ങൾ ഈ മുസ്ലിം സമുദായത്തെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ലീഗ് ഭരണത്തിരിക്കുമ്പോൾ കാണിച്ച വിവേചനത്തെപ്പറ്റി തുറന്നു കാട്ടിച്ചപ്പോൾ അത് പറയാതെ ട്വിസ്റ്റ് ചെയ്ത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് ലീഗ് നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ തുറന്ന് ചർച്ച ചെയ്യും. അത് ചില പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയത്തിൻ്റെ കോപ്പികളെല്ലാം നിങ്ങളെ തന്നിട്ടുണ്ട്. കാരണം ഇനി ഒട്ടും താമസിക്കില്ല. കാരണം ഇതൊരു വികാരപരമായിട്ട് തന്നെ ഇപ്പോൾ ഈ കമ്മിറ്റി ഈ യോഗത്തിൽ എടുത്തിട്ടുണ്ട്, വളരെ വലിയ വികാരമായിട്ട്. കാരണം ഇങ്ങനൊരു പ്രസിദ്ധീകരണം ഉണ്ടായപ്പോൾ തന്നെ അപ്പം തന്നെ ഐക്യത്തിന് കാഹളം മുഹക്കിയത് NS നേതൃത്വമാണ്. അതിൽ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം ആദ്യമായിട്ട് ഞാൻ ഈ മെസ്സേജ് എറണാകുളത്ത് വെച്ച് പറയുമ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഈ ഐക്യം കാലഘട്ടത്തിന് ആവശ്യമാണെന്നും പറഞ്ഞുവെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതാണ് വലിയ കുഴപ്പമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അതിന് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും ഞങ്ങളുടെ സമുദായത്തിലും വലിയൊരു ആത്മബലം സുമാരി നേരെ അദ്ദേഹം നൽകി എന്നുള്ളത് നന്ദിപൂർവ്വം ഞങ്ങൾക്ക് ഓർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്തുകൊണ്ടും ഞങ്ങളുടെ മനസ്സുമായി സമന്വയിച്ച് നിൽക്കുന്ന ഈ സമയത്ത് അത് ചർച്ച ചെയ്യാനും എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യാനും തുഷാർ അങ്ങോട്ട് പോകുന്നുണ്ട്. ടൈം ഫിക്സ് ഇന്ന് തന്നെ വിളിച്ച് ചോദിച്ച് ടൈം ഫിക്സ് ചെയ്ത് ഇന്നെങ്കിൽ ഇന്നല്ലേ നാളാണ്. ഒരു ഉപാധിയില്ല. എങ്ങനെ വേണമെന്നുള്ള അത് മറ്റാരുടെ ഒരു വിദ്വേഷത്തിന് വേണ്ടിയിട്ടല്ല, മറ്റൊരു മതക്കാരെ വിദ്വേഷിപ്പെടുത്താനല്ല, ഒരു സംഘടനയെ വിദ്വേഷിക്കാനല്ല, ഒരു വ്യക്തിയെ വിദ്വേഷിപ്പിക്കാനല്ല, ഒരു സാമൂഹ്യ നീതിക്ക് വേണ്ടി സമാന ചിന്താധികാരായ ഇതുപോലുള്ള വേദന അനുഭവിക്കുന്ന സമാന ചിന്താധികാരായ സമുദായ അംഗങ്ങൾ, അതിനകത്ത് നായാടി തൊട്ട് നേരെ നസ്രാണി വരെ ഉണ്ടാകും. ഒരുപാട് നസ്രാണി വിഭാഗങ്ങൾ തുഷാറിനോട് സമീപിച്ചിട്ടുണ്ട്, എന്നോട് സമീപിച്ചിട്ടുണ്ട്. അവരെ ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതെല്ലാം എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് പ്രിയമുള്ള മിസ്റ്റർ സുകുമാരൻ നായരുമായിട്ട് കൂടി ആദ്യം ചർച്ച ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോകാനെന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത.